ഒരുപാട് പേർക്ക് ഇന്നും എന്താണ് അസിസ്റ്റഡ് ലിവിങ്, അല്ലെങ്കിൽ എന്താണ് സീനിയർ ലിവിങ്, എന്താണ് ആക്റ്റീവ് ലിവിങ് എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. ദാറ്റ്സ് ബിൽഡ് ഓൺ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ വെൽനെസ്, റൈറ്റ്, നമ്മുടെ റിക്രിയേഷൻ, ആ പ്രായത്തിലുള്ള ആളുകളുടെ റിക്രിയേഷൻ, അവരൊരു മെന്റൽ വെൽബീയിങ്, ഫിസിക്കൽ വെൽബീയിങ്, അവരൊരു കമ്മ്യൂണിറ്റി വെൽബീയിങ്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ 4 പില്ലേഴ്സ് ഞങ്ങളുടെ മോർ ദാൻ 8,000 കസ്റ്റമേഴ്സ് ഉണ്ട്, അതായത് ഹൗസ് ഓണേഴ്സ് ഉണ്ട്. അതായത് ഒരു 40,000-ഓളം പേര് എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുന്നത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്സിലാണ്. അപ്പോൾ അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. ഒരു 2 കോടിയുടെ ഒരു വീട് പിന്നെ ഉണ്ടെങ്കിൽ, ഒരു 60 ദിവസം കഴിഞ്ഞ ഒരാളിനുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ആ വീട് റിവേഴ്സ് മോർഗേജ് ചെയ്തിട്ട് എല്ലാ മാസവും ഒരു 50,000 1 lakh വെച്ചിട്ട് ഇങ്ങോട്ട് ബാങ്കിൽ നിന്ന് കിട്ടും. അസറ്റ് ഈസ് ഗുഡ് അറ്റ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് അസറ്റ് ഈസ് എ ഗുഡ് ബ്രാൻഡ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല പല സംശയങ്ങളുണ്ടായിരിക്കുമല്ലോ. സീനിയർ ലിവിങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്തു. എങ്കിലും ഇപ്പോൾ താങ്കൾ പറഞ്ഞ് പലരെയും മീറ്റ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. എങ്കിലും താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, അതായത് കസ്റ്റമർ പോയിൻ്റ് ഓഫ് വ്യൂ, കസ്റ്റമർ പറഞ്ഞിട്ടുള്ള മറ്റ് വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കാം സീനിയർ ലിവിങ്ങിനെ സംബന്ധിച്ചിടത്തോളം? ഈ സീനിയർ ഉദാഹരണത്തിന് ഇത് കൈമാറ്റം ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒരു 50 ലക്ഷം രൂപ വെച്ചൊരു സെൽഫി അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സിംഗിൾ ബെഡ്റൂം യൂണിറ്റ് എടുത്തു. അത് നിയമപരമായിട്ട് എങ്ങനെ അടുത്ത ഒരാൾക്ക് കൈമാറ്റം ചെയ്യാം? മൊത്തമായിട്ട് കൈമാറ്റം ചെയ്യുകയാണോ, അതോ വാല്യൂ കൈമാറുകയാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും പോർഷൻ മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് ഈ പദ്ധതിയിൽ വിഭാവനം ചെയ്തേക്കുന്നത്? എങ്ങനെ? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യനാണ്. നമ്മൾ സാധാരണ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങി അല്ലെങ്കിൽ ഒരു വീട് വാങ്ങി നമ്മൾ താമസിക്കുമ്പോൾ ആ വീടിൻ്റെ കൈമാറ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ലോസും റൂൾസും ക്ലോസസും തന്നെയാണ് ഇതിൽ ആപ്ലിക്കബിൾ ആവുന്നത്. ഇതൊരു സാധാരണ കമ്മ്യൂണിറ്റി പ്രോജക്റ്റാണ്. ഇതിനകത്ത് ഒരു സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റി പ്രൊവൈഡർ വരുന്നു, അതിന് സീനിയർ ലിവിങ് ഫീച്ചേഴ്സിൻ്റെ കുറേ അമ്യൂണിറ്റീസ് ഇതിനകത്ത് വരുന്നു എന്നുള്ളതല്ലാതെ ഇന്ത്യയുടെ ആസ് പെർ ഇന്ത്യസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആരാണ് നോമിനി അവർക്ക് ആ അപ്പാർട്ട്മെൻറ്റ് കിട്ടുന്നു. അവർക്കത് വേണമെങ്കിൽ അവർക്കത് ഓൺ ചെയ്യാം, അവർക്കത് റെൻ്റ് ഔട്ട് ചെയ്യാം, അവർക്കത് വിൽക്കണമെങ്കിൽ അവർക്ക് വിൽക്കാം. എല്ലാം അങ്ങനെയാണ്, ഒരു പ്രശ്നമില്ല. നോമിനിക്കോ ഓണർക്കോ വേണമെങ്കിൽ വിൽക്കാം, എപ്പോഴും വിൽക്കാം. ഒരു റെസ്ട്രിക്ഷൻ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ 2 തരത്തിലുള്ള സീനിയർ ലിവിങ് ഹൗസിംഗ് സൊല്യൂഷൻസ് ആണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് റെൻറ്റ് ആൻഡ് ഓൺ എന്നുള്ള. ഇപ്പം നമ്മൾ വയസ്സൊക്കെ ആയാലും ഇനി നമ്മൾ എന്തിനാ ഒരെണ്ണം മേടിക്കുന്നത്? ഇപ്പം അങ്കിൾ പറഞ്ഞ പോലെ എനിക്ക് അതിനുശേഷം ഇത് ആരെ ഹാൻഡിൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ റെൻറ്റിന് വാങ്ങിയിട്ട് റെൻറ്റിന് എടുത്തിട്ട് എന്ത് ചെയ്യും, അത് ഓൺ ചെയ്യുന്നുണ്ട്. മാസം അതിന് റെൻറ്റ് കൊടുക്കും. കേരളത്തിൽ ഇപ്പോൾ ഉള്ള ഒട്ടുമിക്ക ഓപ്ഷൻസും ഈ റെൻറ്റ് ആൻഡ് ഓൺ ഓപ്ഷനാണ്. റെൻറ്റ് എന്ന് പറയുന്നത് ബൈ ആൻഡ് ഓൺ ആണ്. നമ്മൾ മേടിക്കുന്നു, നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നു, നമ്മൾ മന്ത്ലി മെയിൻ്റനൻസ് കൊടുത്ത് സാധാരണ അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്ന പോലെ താമസിക്കുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു ഹൈലി ഈൽഡിങ് അസറ്റ് ക്ലാസ്സാണ്. കാരണം വീട് എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, റൈറ്റ്? അപ്പോൾ നമ്മളൊരു റെൻ്റ് ആൻഡ് ഓണിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. നമുക്ക് വി ആർ നോട്ട് ഗെറ്റിംഗ് എനി റിട്ടേൺസ് ഔട്ട് ഓഫ് ഇറ്റ്. പക്ഷേ ഇപ്പോൾ സപ്പോസ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ അതിന് പകരം നമ്മളൊരു വീട് വാങ്ങി അവിടെ നമ്മൾ താമസിക്കുമ്പം നമുക്കിപ്പോൾ റിവേഴ്സ് മോർഗേജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. റിവേഴ്സ് മോർഗേജ് എന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞ ഒരാളിന്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ വൈഫിന് ആർക്കെങ്കിലും ഒരാൾക്ക് 55 വയസ്സ്, മറ്റൊരാളിന് 60 വയസ്സിന് മുകളിലാണെങ്കിൽ അവർ താമസിക്കുന്ന വീട് അവർക്ക് ബാങ്കിൽ റിവേഴ്സ് മോർഗേജ് ചെയ്യാം. റിവേഴ്സ് മോർഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അതിനൊരു നിശ്ചിത വില നിശ്ചയിച്ച് ആ ലോൺ എമൗണ്ട് ഓരോ മാസവും ഒരു നിശ്ചിത സംഖ്യയായിട്ട് അടുത്ത 20-25 വർഷമായിട്ട് അവർക്ക് മന്ത്ലി കൊടുക്കും. അപ്പോൾ 2 കോടിയുടെ ഒരു വീട് പിന്നെ ഉണ്ടെങ്കിൽ, ഒരു 60 ദിവസം കഴിഞ്ഞ ഒരാളിനുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് ആ വീട് റിവേഴ്സ് മോർഗേജ് ചെയ്തിട്ട് എല്ലാ മാസവും ഒരു 50,000 1 lakh വെച്ചിട്ട് ഇങ്ങോട്ട് ബാങ്കിൽ നിന്ന് കിട്ടും. ഇവരുടെ കാലം കഴിയുമ്പോൾ, അതായത് ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും കാലം കഴിയുമ്പോൾ മക്കൾക്ക് ലീഗൽ ഹയേഴ്സിന് എന്ത് ചെയ്യാം, ആ ലോൺ സെറ്റിൽ ചെയ്താൽ തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അതുവരെയുള്ള പിന്നെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ബാലൻസ് ഉള്ളത് അവർക്ക് തിരിച്ച് മേടിച്ചിട്ട് ഈ അസറ്റ് ബാങ്കിന് കൈമാറുകയോ ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പെൻഷൻ പ്ലാൻ എടുക്കണ്ട, പെൻഷനില്ലാത്ത ഒരാൾ പെൻഷൻ പ്ലാൻ എടുക്കണ്ട, ഒരു വീട് വാങ്ങിയാൽ മതി. ആ വീട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പെൻഷൻ ടേക്ക് കെയർ ചെയ്യും. ഈ റിവേഴ്സ് മോർഗേജിന് അങ്ങനെ ഒരു നിശ്ചിത കാലാവധി ഒന്നുമില്ല. ഒരു അസറ്റ് വാങ്ങി ഇത്ര വർഷം കഴിഞ്ഞത്തെ റിവേഴ്സ് മോർഗേജ് ചെയ്യാവുന്ന അങ്ങനെ വല്ലതും ഉണ്ടോ? അതോ ഏജ് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫാക്ടർ. അത് 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമേ റിവേഴ്സ് മോർഗേജ്. അത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണല്ലോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർക്ക്. അത് ഒരു പുതിയൊരു അറിവാണ്, എനിക്ക് കൃത്യമായിട്ട് അതറിയില്ലായിരുന്നു. പക്ഷേ അത് നല്ല സെയിംസ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ. കാരണം ഇപ്പം ഒരാൾക്ക് ഒരു ആക്റ്റീവായിട്ട് ജീവിക്കാനും പറ്റും, അസറ്റായി ആ അസറ്റ് റിവേഴ്സ് മോർഗേജ് പ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്
ഒരു ചെറിയ ആവശ്യം ഉണ്ടെങ്കിൽ വീട് അവരുടെ പെൻഷൻ ടേക്ക് കെയർ ചെയ്യും. പെൻഷൻ ടേക്ക് സ്വന്തമായിട്ട് പെൻഷൻ ഉണ്ടെങ്കിൽ അത് ഓഗ്മെന്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഇതാകും. ദാറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്, ദാറ്റ് ഇസ് വെരി ഗുഡ്. കൊള്ളാം, അത് കൊള്ളാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സീനിയർ ലിവിംഗിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങുന്നതിലൂടെ, ഇപ്പോൾ നമ്മളൊരു റെൻറ്റിന് പോകുന്നതിന് പകരം വാങ്ങുന്നതിലൂടെ യു ആർ ആക്ച്വലി ഡൂയിങ് ആൻ അസറ്റ് ക്രിയേഷൻ. അതെ 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 അതെ, അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. ഇത് ഗോൾഡിനേക്കാൾ കൂടുതൽ പിന്നെ അപ്രിസിയേഷൻ ഉണ്ട് റിയൽ എസ്റ്റേറ്റിലെന്ന് പറയുന്നത് സത്യമാണ്. നമുക്കത് മനസ്സിലാവാത്തത് അതിൻ്റെ ഹോൾഡിംഗ് കോസ്റ്റ് വളരെ കൂടുതലായതുകൊണ്ടാണ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് വളരെ കൂടുതലായതുകൊണ്ടാണ്. ഗോൾഡ് വാല്യൂ, ഇൻ റിയൽ വാല്യൂ ടേംസ് ഗോൾഡ് കയറുമായിരിക്കും, പക്ഷേ വേറെ ഒരുപാട് പ്രയോജനങ്ങൾ ഗോൾഡിന്, വീടിനുള്ളത് അത്രയും പ്രയോജനങ്ങളൊന്നും ഗോൾഡിനില്ല. അതെ അതെ, ലിക്വിഡിറ്റി കൂടും, കാരണം വീട് വേറെ കാണണമല്ലോ. ശരി, അത് വളരെ ഇതായിട്ടിരിക്കുന്നു. പിന്നെ അടുത്ത ഒരു വിഷയം, നമ്മൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലാതെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ നമ്മൾ സംസാരിച്ച കാര്യങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും കസ്റ്റമറുടെ ഭാഗത്തു നിന്ന് ഒരു സംശയങ്ങളോ എന്തെങ്കിലുമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എനിക്കൊന്ന് ഞങ്ങൾ ഈ കസ്റ്റമറോട് ഏറ്റവും കൂടുതൽ സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്താണ് സീനിയർ ലിവിംഗ് എന്ന് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റ പോയിൻറ്റ്സ് പറയാം. ഇന്ത്യയിൽ ഇപ്പോൾ 140 മില്യൺ സീനിയേഴ്സാണുള്ളത്, 140 million, right? And by 2050, we are expecting to reach somewhere around 500 million. This is what actually the data says. അപ്പോൾ ഇന്ത്യയിൽ ആകെപ്പാടെ 20,000 സീനിയർ ലിവിംഗ് ഹൗസസേ ഉള്ളൂ. 20,000. ഇന്ത്യ യൂസ് ടു സെൽ പ്രീമിയം അപ്പാർട്ട്മെൻറ്റ്സ് മാത്രം ഒരു 6-7 lakhs ഓഫ് അപ്പാർട്ട്മെൻറ്റ്സ് എവറി ഇയർ. ഓൾ സിറ്റീസ് പുട്ട്, ഞാൻ മേജർ സിറ്റീസ് മാത്രമേ പറയുന്നത്. നമ്മുടെ റെഗുലർ അപ്പാർട്ട്മെൻറ്റും നമ്മുടെ വീടുകളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വലിയ സംഖ്യ വരും. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ കേരളത്തിൽ ശരിക്കും ഒരു ബ്രാൻഡഡ് സീനിയർ ലിവിംഗ് ഫെസിലിറ്റി ഇല്ലതാനും. അപ്പോൾ പല ആളുകൾക്ക് ഇപ്പം ഇന്ത്യക്ക് പുറത്ത് പോയി മറ്റ് രാജ്യങ്ങളിൽ പോയി താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ സീനിയർ ലിവിംഗ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. സത്യമാണ്. അല്ലാതുള്ള ആൾക്കാർക്ക് ഇതൊരു ഓൾഡ് ഏജ് ഹോമോ അങ്ങനെ ഒരു മിത്താണ്. അപ്പോൾ ഞാൻ ഒന്ന് ഇതിനിടയ്ക്കൊന്ന് പറഞ്ഞിട്ട്, ഞാനിത് ഈ മേഖല ഒരു 10-12 വർഷമായിട്ട് ഒബ്സർവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. പല മോഡലും പല സാഹചര്യങ്ങളും പലരോടും പല പ്രോജക്റ്റുകളും ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. പല കമ്പനികളും നേരത്തെ ഒരു 10-15 വർഷം മുമ്പ് ട്രിവാൻഡ്രത്തൊക്കെ തുടങ്ങിയ പല കമ്പനികളും ഈ ഓൾഡ് ഏജ് ഹോമിൻ്റെ ഒരു ഇംഗ്ലീഷ് രൂപം എന്ന് വേണമെങ്കിൽ പറയാം, വൃദ്ധസദനത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് രൂപം. കോൾ സെൻറ്ററിൽ നിന്നൊരു കോൾ വരുന്നു, ഞങ്ങളിവിടെ ഇങ്ങനെയൊക്കെ ഫെസിലിറ്റി ഉണ്ടെന്നുള്ളതല്ലാതെ ഇതിനകത്തൊരു വൈകാരികമായിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഓക്കെ എനിക്കിപ്പോൾ 55 വയസ്സായി, ഇനി ഞാൻ റിട്ടയർ ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് ഇനി എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് സ്വസ്ഥമായിട്ട് എൻ്റേതായ രീതിയിൽ എൻ്റെ ഭാര്യയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ ഒരുമിച്ചോ ഒറ്റയ്ക്കോ സ്വസ്ഥമായി. കാരണം മക്കളൊക്കെ ഇപ്പോൾ അവരവരുടെ കാര്യമായിട്ട് ജീവിക്കുന്നു, അവരവരുടെ ലോകത്ത്, പ്രത്യേകിച്ചും പല ദൂരെയൊക്കെ ആയിട്ട് പല പല ജോലികളിൽ നിൽക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ജോലി എന്ന് പറഞ്ഞാൽ ദിവസേന വന്ന് കൂടെ നിൽക്കാനും ഒന്നും പറ്റുന്ന ജോലികളുമല്ല. അപ്പോൾ അവരവരുടെ കരിയറും അവരുടെ റെസ്പോൺസിബിലിറ്റിയായിട്ട് അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ മറ്റ് ഇമോഷണൽ ബോണ്ടേജും പ്രശ്നങ്ങളും ബാഗേജുകളുമായിട്ടൊന്നും കുസ്തി പിടിക്കാതെ സന്തോഷകരമായിട്ട് മുന്നോട്ട് അവനവൻ്റെ ജീവിതം, അത് അവനവൻ്റെ ചെറുതും വലുതോ അവനവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം, അതിനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് ചെയ്യുന്ന കാര്യത്തിനകത്തൊരു ഒരാൾക്കൊരു വലിയ ഊർജ്ജം നൽകുന്ന കാര്യമായിട്ടാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. തീർച്ചയായിട്ടും. നാളിതുവരെ ഇപ്പം ഗൂഗിളുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇതിനിങ്ങനെ ഒരു ഡയമെൻഷൻ വരുന്നത്. നാളിതുവരെ എനിക്കെപ്പോഴും ഒരു ഐസൊലേറ്റഡ് ആയിട്ട് മാറി, എനിക്ക് ആസ്തിയൊക്കെ ഉണ്ടെങ്കിലും ഞാനിപ്പോൾ ഇവിടെയാണ് താമസം എന്നുള്ളൊരു ആ ഒരു ഇതുണ്ടായിരുന്നു. എനിക്കിപ്പോൾ അത് പൂർണ്ണമായും മാറി ഇതിൻ്റെ ഈ ഒരു പൊട്ടൻഷ്യൽ ഞാൻ ശരിക്കും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമായിട്ടും ഇരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഡയമെൻഷൻ, അതായത് ഇതിൻ്റെ ഈ ആക്റ്റീവ് ലൈഫിൻ്റെ വ്യക്തിക്ക് പോസിറ്റീവായിട്ട് വളരെയധികം ഊർജ്ജസ്വലരാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണെന്നുള്ള ഒരു സംഗതി എങ്ങനെയാണ് നിങ്ങൾ ഈ ആൾക്കാരെ മൊത്തം പ്രൊജക്റ്റ് ചെയ്ത് അവരെ മനസ്സിലാക്കുന്നത്? നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നമ്മുടെ ഒരു ടിപ്പിക്കൽ കൊമേഴ്ഷ്യൽ പോർട്ട്ഫോളിയോ അല്ല. പൂർണ്ണമായും ശരിയാണ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഓൺ കസ്റ്റമേഴ്സിന് കാറ്റർ ചെയ്യാനാണ് ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നത്. അതെ. കാരണം ഇതിനകത്തുള്ള ശരിക്കുള്ള റിയൽ ഈൽഡ് ഈസ് ഓൾവേസ് ഹാപ്പനിങ് ഫ്രം ദ സർവീസ്, നോട്ട് ഫ്രം ദ ടിപ്പിക്കൽ റിയൽ എസ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ. അങ്ങനെയല്ല അത് വരുന്നത്. ഞങ്ങൾ ആ മറ്റേ കാറ്റഗറി ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഇത് ബിൽഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. റൈറ്റ്. ഇതിനകത്ത് ശരിക്കും ഒരാളുടെ ഫിസിക്കൽ വെൽബീയിങ്ങും മെൻ്റൽ വെൽബീയിങ്ങും പൂർണ്ണമായിട്ട് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അവരെ ആ ഒരു എക്കോ സിസ്റ്റത്തിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ, ഒരു 25 to 35 years ആഫ്റ്റർ 50s അവർക്ക് വളരെ ആക്റ്റീവായിട്ട് ജീവിക്കാൻ പറ്റുമെന്നും വളരെ സന്തോഷകരമായിട്ട്, ഇപ്പോൾ നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ ഏറ്റവും സന്തോഷമായിട്ട് അവർക്ക് ആ കാലഘട്ടം ജീവിച്ച് തീർക്കാൻ പറ്റുമെന്നുള്ള
ഞങ്ങൾ പോയി കണ്ട് ഞങ്ങൾ ഒരുപാട് പ്രോജക്ട്സ് വിസിറ്റ് ചെയ്ത് അവിടെയുള്ള ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്ത് നമുക്ക് തന്നെ സ്വയം ഒരു കൺവിക്ഷൻ വരുമല്ലോ ഇത് പോസിബിൾ ആണെന്നുള്ളത്. അതിൻ്റെ പേരിലാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ആൻഡ് നമ്മൾ ആ ഒരു എക്കോ സിസ്റ്റത്തിനകത്ത് വന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോയി. ഓഫ് കോഴ്സ് മറ്റ് ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും വലിയ ബിൽഡേഴ്സ് ഇതുപോലെ ഈ ഒരു മോഡൽ, അതായത് ഈ പിന്നെ റിസോഴ്സ് പ്രൊവൈഡർ സർവീസ് പ്രൊവൈഡറും കൂടെ ചേർത്ത് ഒരു JV പോലെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡലിൽ വേറെ ഉണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു റിനൗണ്ട്, അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പക്ഷേ 96 സ്ക്വയർ ഫീറ്റിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി വിറ്റ കമ്പനി അസറ്റ് ഹോംസ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട്. ഇന്ത്യയിൽ ദാറ്റ് ഈസ് ലൈക്ക് നമുക്കിവിടെ ട്രിവാൻഡ്രത്തിന് 250 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് കൊച്ചിയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു 400 യൂണിറ്റ്സ് കാക്കനാട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. രണ്ട് ഇപ്പോൾ ഈ യങ് അറ്റ് ഹാർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ സീനിയർ ലിവിങ്ങിൻ്റെ കാര്യം പറയുമ്പം കേരളത്തിൽ ആദ്യത്തെ ബ്രാൻഡഡ് സീനിയർ ലിവിങ് ആണ്, ഒരു കാറ്റഗറി A ഡെവലപ്പർ ചെയ്യുന്നു എന്ന് പറയുന്ന ആദ്യത്തെ സീനിയർ ലിവിങ് ആണിത്. രണ്ട്, ഇതൊരു ബൈ ആൻഡ് ഓൺ, ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം ഈ പറഞ്ഞ റെൻ്റ് ആൻഡ് ഓൺ ആണ്. അവിടെ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഓൺ ചെയ്യുന്നില്ല. കാറ്റഗറി A പ്രൊവൈഡർ, ബ്രാൻഡഡ് പ്രൊവൈഡർ, കാറ്റഗറി A പ്രൊവൈഡർ, ബൈ ആൻഡ് ഓൺ, ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെന്റ്, absolutely brilliant. And international brand is coming as a service provider. Service provider. അത് തന്നെ നമ്മളൊരു ലോങ് ടൈം എഗ്രിമെൻ്റ് ആണ് കൊളംബിയ പസഫിക് ആയിട്ടുള്ളത്. ഇതിൽ ശരിക്കും വളരെ ഈ 8 വർഷം എടുത്തതിൻ്റെ ഒരു ഗുണം ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്തൊരു ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ടാവും. സാധാരണ അപ്പാർട്ട്മെൻറ്റ്സിലുള്ളതുപോലെ തന്നെ ഇവിടെ ഒരു ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ടാവും. ഈ ഓണേഴ്സ് അസോസിയേഷന് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാവും. അവർക്ക് തീർച്ചയായിട്ടും ഈ സർവീസ് പ്രൊവൈഡറെ ട്രാക്ക് ചെയ്യാനും അവരുടെ പിന്നെ പ്രവർത്തനങ്ങൾ റിവ്യൂ ചെയ്യാനും അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും എന്തൊക്കെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യണം ടൈം ടു ഡേ, അതിനൊക്കെയുള്ള എല്ലാ റൈറ്റ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. സാധാരണ ഒരു അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റ് റൺ ചെയ്യുന്ന പോലെയാണ് ഇത്. അതല്ലാതെ കൊളംബിയ പസഫിക് ഇന്റർനാഷണൽ ഇന്ത്യയിൽ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായിരുന്നു? ഇറ്റ്സ് മോർ ദാൻ 10 years actually. They have their own projects in Bangalore, Pune, Chennai, Coimbatore. ഞാൻ പറയാം 90,000 meals they are providing at a time. 90,000 India alone. ഓക്കെ. ഗോകുൽ, നമ്മളിപ്പോൾ കൊളംബിയ പസഫിക് ഇന്റർനാഷണലിനെ കുറിച്ച് പറഞ്ഞു. അവരുടെ എക്സ്പെർട്ടൈസും കാര്യങ്ങളും വെച്ച് അവരെ സർവീസ് പ്രൊവൈഡറായിട്ട് ഓൺബോർഡ് ചെയ്ത കാര്യങ്ങളും അതുകൊണ്ട് കസ്റ്റമറുടെ സൗകര്യങ്ങളും പുതിയ പുതിയ അനുഭവങ്ങളെക്കുറിച്ചും പറഞ്ഞു. വേറെ കൊളംബിയ പസഫിക് അല്ലാതുള്ള വേറെ ആരെങ്കിലും സർവീസ് പ്രൊവൈഡേഴ്സിന് ഓൺബോർഡ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് പലതരത്തിലുള്ള സീനിയർ ലിവിങ് ഫേസസിലൂടെയും അവർ ചിലപ്പോൾ എന്ത് ചെയ്യാം കടന്നു പോകാം. ആ കടന്നു പോകുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ട ബ്രാൻഡ്സ് എന്തായാലും ഉണ്ടാവണം. ഞങ്ങളുടെ ഒരു ഫോർച്ചുനേറ്റ്ലി വി ഗോട്ട് കൊളംബിയ പസഫിക് ബിക്കോസ് ദേ ഹാവ് ഓൾ അതർ ബ്രാൻഡ്സ്. അവരുടെ തന്നെ അംബർലയുടെ അകത്ത് ഈ പറഞ്ഞ അതർ ബ്രാൻഡ്സ് ഉണ്ട്, മറ്റുള്ള ടൈപ്സ് ഓഫ് സീനിയർ ലിവിങ് കാറ്റർ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് അവർക്കുണ്ട്. ആ കൈറ്റ്സ് ആണ് അവരുടെ അസിസ്റ്റഡ് സീനിയർ ലിവിങ് കാറ്റർ ചെയ്യുന്നത്. അവർക്ക് കാക്കനാട് അവരുടെ ഓൺ സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടികൾ ഡേ കെയർ കൊണ്ടാക്കുന്ന പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് അതിനുള്ള ഡേ കെയർ ഉണ്ട് അവർക്ക് കൊച്ചിയിൽ. അങ്ങനത്തെ ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കൊടുക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സീനിയർ ഷീൽഡ് എന്ന് പറഞ്ഞ വേറൊരു ബ്രാൻഡുണ്ട്. ഈ സീനിയർ ഷീൽഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും കുറേ കൂടെ ഡിജിറ്റലൈസ് ആയിട്ട് AI ഡ്രിവൺ ആയിട്ട് ഈ പറഞ്ഞ സീനിയർ ലിവിങ്ങിനെ അവരുടെ ആ ഒരു ജീവിതചര്യയെ ട്രാക്ക് ചെയ്യുന്നൊരു മെക്കാനിസമാണ്. അപ്പോൾ അതിനൊരു ഭാഗമാണ് അവർ ഈ ഫോൾ ഡിറ്റക്ഷൻ ബാൻഡ് എന്ന് പറയുന്ന സംഭവം. നമ്മുടെ കയ്യിലൊരു ബാൻഡ് ഉണ്ടാവും. ആ ബാൻഡിൽ അവിടെ താമസിക്കുന്ന ഹോം ഓണറെ ഫോൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ ബാലൻസ് നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ തൊട്ട് താഴെ നഴ്സിംഗ് സ്റ്റേഷനുണ്ട്. നഴ്സിംഗ് സ്റ്റേഷനിൽ അലേർട്ട് ചെയ്യും. 24/7 അവിടെ നഴ്സുണ്ട്. ആഴ്ചയിൽ 2 ദിവസം ഫിസിഷ്യനുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഓൺലൈൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അവർക്ക് അലേർട്ട് ചെയ്യും, ഇവരുടെ കുട്ടികളെ അലേർട്ട് ചെയ്യും ഇവർ ഫോൾ ചെയ്യാൻ പോവുകയാണെന്ന്. ഇനി അവർ ഫോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇവരുടെ ഒരു സെറ്റ് ഓഫ് കീ ഈ നഴ്സസിൻ്റെ അടുത്തുണ്ട്. അതെ, അവർക്ക് ഇപ്പോൾ ഈ ഡോറ് ബ്രേക്ക് ചെയ്യാതെ തന്നെ ഡോറ് തുറന്ന് അകത്ത് കയറി ഈവൻ വാഷ്റൂമിൽ കിടന്നാൽ പോലും അവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം സീനിയർ ഷീൽഡ് പോലെ ഒരു ബ്രാൻഡ് അസോസിയേഷൻ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തൊട്ടടുത്തുള്ള ഒരു വലിയ ഹോസ്പിറ്റൽ, ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽസിനടുത്താണ് ശരിക്കും ഇങ്ങനത്തെ പദ്ധതികൾ കൊണ്ടുവരുന്നത്. ഇപ്പം നമുക്കിവിടെ ആലുവ പൂക്കാട്ടുപടി നമ്മൾ രാജഗിരി ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് അതിനടുത്ത് നമ്മൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ നിന്ന് രാജഗിരിയിലോട്ടോ അല്ലെങ്കിൽ ആസ്റ്ററിലോട്ടോ അമൃതയിലോട്ടോ ഒക്കെ വരാനുള്ള സമയം പെട്ടെന്ന് ഒരാൾ ഫെയിൻ ഡൗൺ ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അവരെ പിക്ക് ചെയ്ത് ആംബുലൻസ് കയറ്റി എത്തിക്കാനുള്ളൊരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അത്രയും ക്ലിയർ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ പാർട്ണർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മറ്റ് ഫേസസിലുള്ള
സീനിയർ ലിവിങ്ങിലോട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് കൊടുക്കേണ്ട അതെല്ലാം ഈ പറഞ്ഞ കൊളംബിയ പസഫിക്കിനുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് വി ഹാവ് ടു അസോസിയേറ്റ് ലോട്ട് ഓഫ് ബ്രാൻഡ്സ് ഫോർ ദ ഫുഡ് തിങ്, റെസ്റ്റോറൻറ്റ് റണ്ണിങ്, റൈറ്റ്, യുനോ ലൈക്ക് ആൻഡ് ക്ലിനിക്. ഇപ്പോൾ നമ്മൾ സ്പാ അതിനകത്ത് സ്പാ ആൻഡ് സലൂൺ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ സലൂൺ ആൻഡ് സ്പാ റൺ ചെയ്യണമെങ്കിൽ ഇപ്പോൾ വി ഹാവ് ടു ഗെറ്റ് ബെസ്റ്റ് ഔട്ട് ഓഫ് ബെസ്റ്റ് ഫ്രം ദ ടൗൺ, നല്ലൊരു ബ്രാൻഡഡ് ഒരു കോമ്പോ, അതെല്ലാം കൊളംബിയ പസഫിക് നോക്കും. നമ്മൾ അതിന്റെ പിന്നാലെ പാർട്ണർഷിപ്പ്, ഒരുപാട് കൊളാബറേഷൻസും ഒരുപാട് എഗ്രിമെന്റ്സും. പക്ഷേ ബെസ്റ്റ് പാർട്ട് ഈസ് കൊളംബിയ പസഫിക് വിൽ ടേക്ക് കെയർ ഓഫ് ഓൾ ദീസ് തിങ്സ്. യു ഡോണ്ട് നീഡ് ടു റിയലി ഗെറ്റ് ഓൾ ദീസ്. അപ്പോൾ അവിടുത്തെ ഓണേഴ്സ് അസോസിയേഷന്റെ പിന്നാലെ ഒന്നും കോർ ഏരിയ മാത്രം നമ്മൾ യുവർ എക്സ്പെർട്ടൈസസ് അല്ലെ നിങ്ങളുടെ കോർ ഏരിയ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതെ, അത് ബ്രാൻഡും അസറ്റിൽ നിന്നുള്ള ബ്രാൻഡ് വെച്ചിട്ടുള്ള അസറ്റ് ഈസ് ഗുഡ് അറ്റ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് അസറ്റ് ഈസ് എ ഗുഡ് ബ്രാൻഡ്. സോ അസറ്റ് ഈസ് ബിൽഡിംഗ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ബെസ്റ്റ് എന്താ പറയുക ഹോംസ് ഓവർ ദെയർ. പിന്നെ അത് കൊളംബിയ പസഫിക്കാണ് റൺ ചെയ്യുന്നത്. അതെ അതെ. ആൻഡ് ഓഫ് കോഴ്സ് യു വിൽ ബി മോണിറ്ററിങ് ഹൗ ഇറ്റ് ഗോസ്. ഓഫ് കോഴ്സ്, ഓഫ് കോഴ്സ്. സി ഐ തിങ്ക് ദിസ് ഇസ് ശരിക്കും ഒരു ഇൻഡസ്ട്രി ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ആണ്. അതെ അല്ലേ? ഏറെക്കുറെ അങ്ങനെയാണെന്ന് പറയാം. അല്ലേ? പ്രത്യേകിച്ച് കേരളത്തിൽ എന്തായാലും ഇത്ര വ്യക്തമായ ഒരു മാതൃകയോടെ കൂടി ഒരു കോർ പ്രോസസ് ഡെലിവറി ചെയ്യുന്ന ഒരു പാർട്ടിയും പെരിഫറി ആവശ്യമായിട്ടുള്ള പെരിഫറലായിട്ടുള്ള എല്ലാ സർവീസസും കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്പെർട്ടസും ബാക്ക്ഗ്രൗണ്ടും ലെഗസിയും റിസോഴ്സസും ഉള്ള വേറൊരു പാർട്ട്ണറും കൂടെ ചേർന്നിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ എനിക്ക് തോന്നുന്നത് ആദ്യമായിരിക്കും. എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യ തന്നെ ആദ്യമായിട്ട്. അതെ. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഹൗ ഡു യു സീ ദിസ് ഇനിഷ്യൽ തിങ് ഷേപ്പിംഗ് കോമ്പറ്റീഷൻ? No, sorry, at this moment there is no competition. But of course competition will happen. Competition will happen. Because ഇപ്പം നമ്മൾ ഈ കോവിഡിന് ശേഷം നമ്മൾ കാണുന്നൊരു വലിയ സിനാരിയോ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് മൈഗ്രേഷൻ ആണ്. റിവേഴ്സ് മൈഗ്രേഷൻ്റെ നമുക്കത് മനസ്സിലാവാത്തതുകൊണ്ടാണ് ശരിക്കും. ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിങ്ക്ഡിനിൽ നമ്മൾ ജോലി മാറുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുമല്ലോ. ഇപ്പം ആ ലൊക്കേഷൻ അപ്ഡേറ്റിൽ മാത്രം കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ 40,000 പേരാണ് പുറത്ത് പല രാജ്യങ്ങളിലും വളരെ വലിയ ജോലികളിൽ ഉണ്ടായിരുന്ന ആളുകൾ അവിടെ നിന്ന് ജോലി മാറി ഇന്ത്യയിൽ വന്നിപ്പോൾ ജോലി ചെയ്യണം. അപ്പം ആ ലൊക്കേഷൻ അവരുടെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മാത്രം 40,000 പേരുണ്ടെന്ന് പറയുന്നത്. അതെ അതെ. ഇൻ എ ഇയർ. അതെ അതെ. അപ്പോൾ അതൊരു ഹ്യൂജ് വളരെ വലിയ സംഖ്യയാണ്. പാൻഡമിക്കിന് ശേഷം 10-ാം തീയതി എറണാകുളത്ത് വെച്ച് നടന്ന ഒരു കോൺഫറൻസിൽ CIAയുടെ കോൺഫറൻസിൽ ഓപ്പണിംഗ് മീറ്റിങ്ങിൽ മുത്തൂറ്റിൻ്റെ ഡെപ്യൂട്ടി MD അതോ MD ആണ് ജോർജ് അലക്സാണ്ടർ എന്ന് യങ് ഗായ്. ഈ ബ്രില്യൻ്റ്ലി പുട്ട് ദ സിറ്റുവേഷൻ. ഞങ്ങളൊക്കെ ഇങ്ങനെ ഫൈനാൻസിൻ്റെ സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെ ആയിരിക്കാം കാര്യങ്ങളെന്ന് പറഞ്ഞ് വളരെ പെസിമിസ്റ്റിക് ആയിട്ടിരുന്ന സമയത്ത് ഓപ്പൺ ദ സ്പീച്ച് ബൈ സെയിങ് ദിസ് റിവേഴ്സ് മൈഗ്രേഷനും കേരളത്തിലോട്ട് ഈ വിദഗ്ധരും വിദഗ്ധരും ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ കേരളത്തിലോട്ട് തിരിച്ച് റിവേഴ്സ് മൈഗ്രേഷൻ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കൂടുകയാണ്. ഒന്ന് റിവേഴ്സ് മൈഗ്രേഷനാണ്. അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിട്ടയർ ഇൻ കേരള എന്ന് പറയുന്നത്. റിട്ടയർ ഇൻ കേരള. ഇപ്പം നമ്മളിപ്പം ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും മലയാളികൾക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല. യു ക്യാൻ ആക്ച്വലി സെൽ എനിവെയർ ഇൻ ഇന്ത്യ. ഏതൊരു ഇന്ത്യനും വന്ന് വാങ്ങി താമസിക്കാം. ഇപ്പോൾ ഇപ്പം നോർത്തൊക്കെ എടുക്കുകയാണെങ്കിൽ നോർത്തിൽ ശരിക്കും ഇപ്പോൾ വിൻ്റർ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീനിയർ സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം വളരെ ഹെക്ടിക് ടാസ്ക്കാണ്. ആൻഡ് അവിടുത്തെ പൊല്യൂഷൻ വളരെയധികം കൂടുവാണ്. ഇപ്പോൾ ബോംബെയോ ഡൽഹിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവർക്ക് അവരുടെ വർക്ക് റിലേറ്റഡ് അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ദേ ആർ സ്പെൻഡിങ് ദിയർ ടൈം ഓവർ ദെയർ. ആഫ്റ്റർ ദാറ്റ് ദേ റിയലി ലവ് ടു കം ടു കേരള. ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വെക്കേഷൻ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ ഓഫ് കോഴ്സ് കേരളയാണ്. I can tell you an incident where and that opportunity still exists. A friend of mine settled in Australia asked me whether it was possible to float a company. He wants to float a company in Kerala for taking care of people who wants to settle down as a retirees in Kerala, because they found out that this part of the world is absolutely suitable for spending their remaining days in life. And they are very very rich. ധാരാളം നല്ല ധനമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ ആക്ച്വലി അത് വന്നു കഴിഞ്ഞാൽ നല്ലതുമാണ്. കാരണം ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് കുറച്ച് ഇൻകമൊക്കെ കിട്ടാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ. അപ്പം ഞാനിത് അന്വേഷിച്ചപ്പോൾ ദർ ഇസ് എ ട്രെൻഡ്. പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ്. ഇപ്പോൾ നേരത്തെ ഗൂഗിൾ പറഞ്ഞ് ഫിലിപ്പൈൻസ് പോകുന്ന കാര്യം പറഞ്ഞ പോലെ ഇവിടുന്ന് നട്ടുപറിച്ച് പുതിയൊരു സ്ഥലത്ത് പോയി താമസിക്കുന്നതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചിന്ത നടക്കുന്നുണ്ട്. കാര്യമായിട്ട് ആൾക്കാർ ആലോചിക്കുന്നുണ്ട്. ഈ രണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെൻഡ്സാണ്. ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആകെ 20,000 ഹൗസസേ ഉള്ളൂ ഇപ്പം ഇന്ത്യയിൽ. അപ്പോൾ സപ്ലൈ വളരെ വളരെ കുറവാണ്. 20,000 ഈസ് നത്തിങ് വെൻ യു ആർ സെല്ലിംഗ് 7-8 lakhs ഓഫ് പ്രീമിയം അപ്പാർട്ട്മെന്റ്സ് ഇൻ ഇയർ ഇൻ ദാറ്റ് മാർക്കറ്റ്. അത് മാത്രമല്ല നമ്മുടെ പിന്നെ പോപ്പുലേഷൻ ഒരു വലിയ ശതമാനം ഇപ്പം സീനിയർ സിറ്റിസൺസ് ആയിക്കൊണ്ടിരിക്കുക. അതെ അതെ റൈറ്റ്. അപ്പം അത് ഞാൻ പറഞ്ഞ 150 ഈ പറഞ്ഞ ഒരു 400-500 മില്യൺസിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ചേഞ്ചാണ്. അതെ. നമ്മൾ ലോകത്തിലെ തന്നെ പ്രായമേറിയ ഒരു
രാജ്യമായിട്ട് തന്നെ വരും. അത് വളരെ രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ അപ്പാർട്ട്മെൻറ്റ് വാങ്ങുന്ന ആളുകളോട് സംസാരിച്ചപ്പം എനിക്ക് അപ്പാർട്ട്മെൻറ്റ് വാങ്ങാനായിട്ട് ആളുകൾ പറയുന്ന റീസൺ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. എക്സ്പെഷ്യലി കോട്ടയത്തൊക്കെ. കോട്ടയത്ത് ഒരു വയസ്സായ ഒരു അപ്പാപ്പനും അമ്മമ്മേനോട് വന്ന് പറഞ്ഞത് ഈ മുറ്റം വളരെ വലുതാണ്, അപ്പോൾ എനിക്ക് പഴയതുപോലെ മുറ്റം അടിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഗൂഗിളിനോട് ഞാൻ നേരത്തെ ചോദിച്ചിരുന്ന കാര്യവും ഇതുപോലെയാണ്. കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ വലിയ ഫാക്ടറാണ്. ഇപ്പോൾ മുറ്റം വലുതാണ്, 4 മുറി, 5 മുറി, 3 ബാത്റൂം, പിന്നെ മേളിൽ അഡീഷണലായിട്ട് ചെയ്തിട്ടേക്കുന്നു. ഇതാരുമില്ല, നോക്കാൻ ആരുമില്ല. അപ്പോൾ വേറൊരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ, വേറൊരാൾ ഇതുപോലെ ഇങ്ങനെ ഒരു വയസ്സായ അങ്കിളും ആൻറ്റിയും എന്ന് പറഞ്ഞത് അവർ വളരെ വലിയ തറവാടികളാണ്. അപ്പം അവർക്ക് വളരെ വലിയ വിശാലമായ കോമ്പൗണ്ടുള്ള വീടും പഴയ തറവാട്ടിലൊക്കെ അവർ താമസിക്കുന്നത്. അപ്പോൾ അതിനടുത്ത് ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ആ പ്രോജക്റ്റൊക്കെ അവർ നോക്കിപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആളുകൾ താമസിക്കുന്നത്, ഞങ്ങൾക്ക് ഇത്രയൊക്കെ ഒരു സൗകര്യം ഇല്ലാതെ ഞങ്ങൾ തൊട്ടപ്പുറത്ത് എങ്ങനെ താമസിക്കും എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഒരു ദിവസം രാത്രി 2 മണിക്ക് അവരുടെ വീടിൻ്റെ പിന്നാമ്പുറത്തൊരു സൗണ്ട് കിട്ടുമെന്ന് പറയണം. മക്കൾ അവരുടെ മക്കൾ പുറത്താണ്. അപ്പോൾ രാത്രി അവർ എണീറ്റിട്ട് നേരെ വെളുക്കുന്നവരെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അന്ന് രാത്രി അവർ തീരുമാനിച്ചു നമുക്ക് അവിടെ പോയി ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങാം. സേഫ്റ്റി. അത് ഇപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ 4 മുറി എന്ന് പറയുന്നത് വൃത്തിയാക്കാനൊന്നും ആളിനെ കിട്ടത്തില്ല. അല്ലെങ്കിൽ അതുപോലത്തുള്ള ഭീകരമായ തുക കൊടുക്കണം. ഒരാൾ പോരാ, 2 പേര് വേണം. പിന്നെ അവരെ നോക്കാൻ അവരുടെ വിശ്വാസ്യത, അവരുടെ വിഷയങ്ങൾ വേറെ, അവരുടെ വിശ്വാസം, അതൊക്കെ വലിയ പ്രശ്നമാണ്. ആൾക്കാർ സംസാരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് പേരുടെ മനസ്സിൽ കിടന്നിട്ട് ശരിക്കും നീറിപ്പോയെന്നൊരു പ്രശ്നമാണ്. ഞാൻ നേരത്തെ ചോദിച്ചുകൊണ്ട് ഗൂഗിളിനെ പുഷ് ചെയ്തുകൊണ്ട് വന്ന ഇതായിരുന്നു, ഹൗ ഡു യു മേക്ക് ദീസ് പീപ്പിൾ ടോക്ക്, ഹൗ ഡു യു മേക്ക് ദീസ് പീപ്പിൾ ടോക്ക് ആൻഡ് മേക്ക് ദം അണ്ടർസ്റ്റാൻഡ്. കാരണം ഇങ്ങനെ ഒരു വിഷയം ഉണ്ട്, ഗിവൺ ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് ആറ്റ് ദ ഫേസ്, ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ഇങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു സെഗ്മെൻറ്റാണ്. ആൻഡ് ഐ തിങ്ക് ഇപ്പോൾ പറഞ്ഞിടത്തോളം ഇത്തരത്തിലുള്ള ആൾക്കാർ, അത് പേ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും അത് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരും കണിശമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇത്തരം ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതും അത് കണ്ടോ കേട്ടോ മനസ്സിലാക്കണമെന്നുള്ളതും അവിടുന്ന് വിടുന്നൊന്നും അല്ലാതെ കമ്പനികളുടെ സെയിൽസിൻ്റെ അവിടെ നിന്നുള്ള ബ്രോഷറോ എന്നുള്ളതല്ല, നേരിട്ട് കമ്പനികളുടെ പ്രോഡക്റ്റ് ഡെമോയിലോ അല്ലെങ്കിൽ സൈറ്റ് വിസിറ്റ് ചെയ്തൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. കാരണം അത്ര നല്ലൊരു കാര്യമാണ് സത്യത്തിൽ ഈ ആക്റ്റീവ് റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത്. അതും ഇത്ര ഒരു നല്ല ബിസിനസ് മോഡൽ നമ്മൾ ലിസൺ ചെയ്യാന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇൻ അസറ്റ് ഹോംസ് വി ഓൾവേസ് ബിലീവ് ദാറ്റ് ഡോണ്ട് സെൽ ഹൗസസ്, യു ഡു കൗൺസിൽ. യു പ്ലീസ് ലിസൺ യുവർ കസ്റ്റമർ. അപ്പോൾ ഞങ്ങൾ സെല് ചെയ്യുന്ന ആൾക്കാരല്ല ബേസിക്കലി. ഞങ്ങളൊരു കസ്റ്റമറുടെ അടുത്ത് പോയിട്ട് അവരെ ലിസൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ല, നിങ്ങൾ സെല് ചെയ്യുന്ന ആളെല്ലാം മനസ്സിലായി. കാരണം ഇതുവരെ ഞാൻ ഇതിൻ്റെ ഒരു പരസ്യം പോലും കണ്ടിട്ടില്ല. ഞങ്ങൾ അസറ്റിൻ്റെ മറ്റേ റെസിഡൻഷ്യൽ ഫ്ലാറ്റിൻ്റെയൊക്കെ പരസ്യം ഗംഭീരമായിട്ട് കാണാറുണ്ട്. നല്ല വളരെ അട്രാക്റ്റീവായിട്ട് പരസ്യം. ഇത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന് പോലും അറിഞ്ഞില്ല. അതുകൂടെ കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിലൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ബൈങ് ഡിസിഷൻ എപ്പോഴും ജോയിൻറ്റ് ഡിസിഷൻ ആണല്ലോ. ഇപ്പം നമ്മൾ ഒരു മകനും അവരുടെ ഭാര്യയും കൂടെ ഒരു വീട് വാങ്ങാൻ വരുമ്പോൾ അവരുടെ കൂട്ടത്തിൽ അവരുടെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒക്കെ അവരൊക്കെ വരും. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തൊക്കെ വർത്താനം പറയുമ്പോഴത്തേക്കും അവരുടെ പിന്നെ റിക്വയർമെൻറ്റ്സും ആകുലതകളൊക്കെ നമ്മളോട് സംസാരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ബൈയിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന ഒരു ബൈയിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ 3 മുതൽ 4 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. നമ്മളിന്ന് ബുക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ എഗ്രിമെൻറ്റ് ചെയ്യുന്നു, പിന്നെ ഇത് കൺസ്ട്രക്ട് ചെയ്ത് തീരുന്നതിന് ഒരു 3-3.5 വർഷം സമയം എടുക്കും. ആ 3.5 വർഷവും നമ്മൾ ഇവരായിട്ട് റെഗുലറായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇൻട്രാക്ട് ചെയ്ത് ഒരു പോയിന്റിൽ അവർ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി, നമ്മളൊരു കുടുംബത്തിൻ്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻപുട്സ് അവർ തരും. സോ അങ്ങനെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ് നീഡ് ഓഫ് ദ അവർ, നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ഹൗസിംഗ് സൊല്യൂഷനാണ് കൊടുക്കേണ്ടത്, എന്താണ് നമ്മൾ ബ്രിങ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ 4 കാറ്റഗറിയിലും ഇതേ മോഡലാണോ? ആദ്യം നമ്മൾ ചെയ്തിട്ട് ഓൺബോർഡ് ചെയ്തതിന് ശേഷം ബിൽഡ് ചെയ്ത് കൊടുക്കുകയാണോ, അതോ ബിൽഡ് ചെയ്തതിന് ശേഷം കൊടുക്കുകയാണോ? അല്ല, നമുക്ക് ശരിക്കും ഇപ്പം നമ്മളിതിൻ്റെ ലോഞ്ചാണ് ചെയ്യുന്നത്. ലോഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് ലോഞ്ച് ആണ്. അപ്പം ആർക്കെങ്കിലും അപ്പാർട്ട്മെൻറ്റ്സ് വാങ്ങണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് അവരുടെ അപ്പാർട്ട്മെൻറ്റ്സ് ബ്ലോക്ക് ചെയ്യാം, ബുക്ക് ചെയ്യാം. 3 years കൊണ്ട് അവർക്ക് അവരുടെ പേയ്മെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാം. 3 years അല്ലെങ്കിൽ 4 years കഴിയുമ്പോൾ അവർക്ക് അവരുടെ അപ്പാർട്ട്മെൻറ്റ്സ് മോഡൽ തന്നെയാണ് സെയിം. ഇതെല്ലാം നമ്മൾ സാറിന് അപ്പാർട്ട്മെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് തീരാനുള്ള 4 years പറയുന്നത് ആസ് പെർ എറ. അപ്പോൾ പ്രോജക്റ്റ് ഇപ്പോൾ സാധാരണ ഇതേപോലെ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നു, സോഫ്റ്റ് ലോഞ്ച് ചെയ്യുന്നു. ടാറ്റ് 4 വർഷം. ഓക്കെ. ഇപ്പോൾ ഫസ്റ്റ് ലോഞ്ച് വരികയാണ്. അതേതാണ് നമ്മുടെ കൊച്ചിയിൽ പൂക്കാട്ടുപടിയിൽ. ഇനി ഉടനെ തന്നെ വേറെ
കോട്ടയമാണ് ശരിക്കും ഡിമാൻഡ് കൂടുതലുണ്ട്. പക്ഷേ നമുക്ക് ഫോർച്ചുനേറ്റ്ലി ആദ്യം അപ്രൂവൽ കിട്ടിയത് കൊച്ചി ആയതുകൊണ്ട് ഞങ്ങൾ കൊച്ചി സ്റ്റാർട്ട് ചെയ്ത്. കോട്ടയം ഹാസ് എ ഹ്യൂജ് ഡിമാൻഡ്. ശരി. അപ്പം ഇപ്പോൾ 2 ലോഞ്ച് ആവാൻ പോകുന്നത്, കൊച്ചിയും അത് കഴിഞ്ഞാൽ കോട്ടയം. സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞിട്ട് കൺസ്ട്രക്ഷൻ തുടങ്ങും. അപ്പം ഫസ്റ്റ് പ്രോജക്ട് വി ക്യാൻ എക്സ്പെക്ട് കംപ്ലീഷൻ ഓഫ് ഫസ്റ്റ് പ്രോജക്ട് ബൈ 2029 നവംബർ ഡിസംബർ യു വിൽ ഗെറ്റ് ദ അപ്പാർട്ട്മെന്റ്. നമുക്ക് ഇപ്പോൾ അസറ്റിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഈ ഹാൻഡ് ഓവർ സെറമണി ഏകദേശം നേരത്തെ 91 പ്രോജക്ട്സ് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തു 18 വർഷം കൊണ്ട്. അതെ, ഔട്ട് ഓഫ് 123 പ്രോജക്ട്സ് വാട്ട് വി അനൗൺസ്. അല്ല, 91 പ്രോജക്ട്സ് കൊടുത്തു, അതെല്ലാം ഓൺ ടൈം ഏകദേശം. ഓർ കുറേ പ്രോജക്ട്സ് ഒക്കെ എഹെഡ് ഓഫ് ടൈമാണ്. അല്ലെ, ആസിഡിനെ കുറിച്ച് നേരത്തെ ഈ പ്രോജക്റ്റ് ടാറ്റ് കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ഒരു ഇതുണ്ടായിരുന്നു. അപ്പം 91 പ്രോജക്ട്സ് ഓൾമോസ്റ്റ് എല്ലാം ഇത് തന്നെയായിരുന്നു. അപ്പം നമുക്ക് 2026 കൊച്ചിയിൽ കംപ്ലീഷൻ, നവംബറിൽ കംപ്ലീറ്റഡ് ആയിട്ട് ഈ ഹാൻഡ് ഓവർ ചെയ്യും. 2029. ഓൾറൈറ്റ്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരാൾക്ക്, ഇപ്പോൾ എനിക്ക് ഇത് താല്പര്യമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? അല്ല, ഇതിനകത്ത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോഴും ഞാൻ പറയുന്നത് ഒരു സാധാരണ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ബൈയിങ് പ്രോസസ്സിനാണ് ഇവിടെ ഉള്ളത്, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ ലിവിംഗ് എന്താണെന്നും അതിൻ്റെ ടൈപ്സ് ഓഫ് സീനിയർ ലിവിംഗ് എന്താണെന്നും ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീപ്പായിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നുള്ള ആദ്യത്തെ കാര്യം. 2, ഞങ്ങളുടെ അടുത്ത് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സെയിൽസ് ടീം മീറ്റ് ചെയ്യും. ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റിനകത്ത് എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ മോഡൽ അപ്പാർട്ട്മെൻറ്റ് ചെയ്യാതെ ഞങ്ങളിത് വിൽക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനമുണ്ട്. കാര്യം അത് കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എല്ലാ ഡയമെൻഷനും കറക്റ്റ് ആക്കി. അതെ, അതായത് നമ്മളിപ്പം ഈ കയറുന്ന ഡോറിൽ നമ്മൾ സാധാരണ ഇത് നമ്മളെല്ലാം ഒരു അപ്പാർട്ട്മെന്റ് ഒരു വീടാണെങ്കിൽ കയറുമ്പോൾ ഡോറിന്റെ അവിടെ നമ്മുടെ പേര് എഴുതി വെക്കും, അപ്പാർട്ട്മെന്റ് നമ്പർ എഴുതി വെക്കും, കോളിംഗ് ബെൽ ഉണ്ടാവും. ഇവിടെ വി ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് എ മെമ്മറി വാൾ. ആ മെമ്മറി വാൾ എന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ കുറച്ച് പ്രായമാകുമ്പോഴത്തെ ഈ അപ്പാർട്ട്മെന്റ് ഡോർസ് എല്ലാം കണ്ട ഒരുപോലെ ഇരിക്കും, ഇതിൽ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ യു ക്യാൻ ആക്ച്വലി കീപ് സംതിങ് connected to your memory, so you can immediately recollect that it's your home, right? അപ്പോൾ അത്രയും കെയർഫുൾ ആയിട്ട് അത് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. അകത്ത് കയറി കഴിഞ്ഞാൽ ഉടനെ ഒരു അംബ്രല്ല ഹോൾഡർ ഉണ്ട്, അതൊരു സ്പെഷ്യലി ഡിസൈൻഡ് അംബ്രല്ല ഹോൾഡറാണ്. അപ്പോൾ അവിടെയാണ് യു ആർ ഗോയിങ് ടു കീപ് യുവർ അംബ്രല്ല. അപ്പോൾ അവിടെ വന്ന് നമ്മളിപ്പം ഒരു ടി വി വെച്ചിരിക്കുകയാണെങ്കിൽ ഏത് ആംഗിളിൽ നിന്ന് ആ വ്യൂ കിട്ടുന്ന തരത്തിൽ ഒരു 60-70 വയസ്സുള്ള ഒരാളിന് ഒരു പ്രശ്നമില്ലാതെ ടി വി കാണാൻ പറ്റുന്ന രീതിയിലാണ് ടി വി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, വീൽ ചെയർ ഇരുന്ന് പോലും നമുക്ക് കിച്ചണിൽ ഇരുന്ന് കുക്ക് ചെയ്യാൻ പറ്റണം, ആ രീതിയിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു മോഡൽ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ അപ്പാർട്ട്മെൻറ്റ് വിസിറ്റ് ചെയ്യും, അവിടുത്തെ ഈ പറഞ്ഞ ഫെസിലിറ്റീസ്, ഒരു വീട്, അവരുടെ വീട് എങ്ങനെ ഇരിക്കും എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനുശേഷം ഈ കൊളംബിയ പസഫിക്കിൻ്റെ സർവീസ് എഗ്രിമെൻറ്റ് എന്താണ്, അതായത് ഇതിനകത്ത് താമസിക്കുമ്പോൾ അവർ കിട്ടാൻ പോകുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, അതിൽ പെയ്ഡ് എന്താണ്, അൺപെയ്ഡ് എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനുശേഷം ടോക്കൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു അല്ലെങ്കിൽ ഇതിനകത്തൊരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബയറെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ നമ്മുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് എൻക്വയറി ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ www.assethomes.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോജക്റ്റിൻ്റെ എല്ലാ വിവരങ്ങളും, അതിൻ്റെ വാക്ക് ത്രൂവും അതിൻ്റെ ബ്രൗഷറും എല്ലാ വിവരങ്ങളും അതിനകത്തുണ്ട്. അതിലൊരു ലൈവ് ചാറ്റ് ബോർഡ് ഉണ്ട്, അതിനകത്ത് നമുക്ക് ചാറ്റ് ചെയ്യാം, നമുക്ക് അതിനകത്ത് നമ്മുടെ എൻക്വയറി പ്ലേസ് ചെയ്യാം. നമ്മുടെ ഏത് ബ്രാഞ്ചാണോ, അല്ലെങ്കിൽ കേരളത്തിൽ 10 ജില്ലകളിൽ നമുക്ക് ബ്രാഞ്ചസ് ഉണ്ട്. ദുബായിൽ ബിസിനസ് ബേയിൽ ഞങ്ങളുടെ ഓഫീസുണ്ട്. അപ്പോൾ അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവായിട്ട് സംസാരിക്കണമെങ്കിൽ അവിടുത്തെ കൺസേൺ നമ്പറുകളിൽ നമുക്ക് വിളിക്കാം. അവർ വന്ന് ഇവരുടെ വീടുകളിൽ വിസിറ്റ് ചെയ്തിട്ട് ഇതെന്ത് ചെയ്യും ഇതിനെക്കുറിച്ച്. കേരളത്തിലെ 10 ജില്ലകളിലും റെപ്രസെൻറ്റേറ്റീവ് ഓഫീസാണോ, ഏരിയ ഓഫീസാണോ? ബ്രാഞ്ചസ്, ഞങ്ങൾക്ക് ബ്രാഞ്ചസ് ആയിട്ട്. അതെ. അപ്പോൾ ഒരുപക്ഷെ ഈ പോഡ്കാസ്റ്റ് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം താഴെ പറയുന്ന നമ്പർ നോക്കി ഈ ജില്ലയിലെ ബ്രാഞ്ച് ഓഫീസിൻ്റെ നമ്പേഴ്സും മറ്റു കാര്യങ്ങളും ഉണ്ടാവും, ദുബൈയിലെ ഓഫീസിൻ്റെ നമ്പേഴ്സും എല്ലാം നോക്കിയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യുമല്ലോ. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ഞങ്ങളുടെ മോഡൽ അപ്പാർട്ട്മെൻറ്റ് വിസിറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഇത് വാങ്ങുന്നതിന് മുമ്പ് മോഡൽ അപ്പാർട്ട്മെൻറ്റ് വിസിറ്റ് ചെയ്യണം. 2, ഇവർക്ക് കൊളംബിയ പസഫിക്കിൻ്റെ ബാംഗ്ലൂരോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ ഉള്ള റണ്ണിങ് പ്രോജക്ട്സുകളിൽ പോയി താമസിച്ച് 1-2 ദിവസം താമസിച്ച് അവിടെയുള്ള ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവിടുത്തെ കിച്ചണും അവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം അവർക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് അവർ വഹിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അങ്ങനെ അവർക്ക് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഫെസിലിറ്റി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു സാധാരണ അപ്പാർട്ട്മെൻറ്റ് ബൈയിങ് പ്രോസസ്സ് തന്നെയാണ്, ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. ഒക്കെ ആണെങ്കിലും പക്ഷേ കേട്ടിടത്തോളം വളരെ നല്ല വലിയ ഭാവിയുള്ള ഇതിനെ ഒരു അസറ്റ് ക്രിയേഷൻ എന്നുള്ള സംഗതി കൂടാതെ തന്നെ വലിയൊരു സോഷ്യൽ കോസ് ഉള്ള ഒരു സംഗതിയാണ്, വലിയൊരു പദ്ധതി. ഇങ്ങനൊരു പദ്ധതി ശരിക്കും അസറ്റ് ക്ലാസ് ക്രിയേഷനും വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അതിലുപരി ഈ നമ്മളീ പറഞ്ഞ 50-ന് ശേഷമുള്ള ആൾക്കാരുടെ പല കാര്യങ്ങൾ, നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. വാതിലിലെ കാര്യങ്ങളായാലും പടിയിലെ കാര്യങ്ങളായാലും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലും അത്രയും ഒരു വളരെ വിശാലമായിട്ടും വളരെ ഡീപ്പായിട്ടും ചിന്തിച്ച് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഒരു സോഷ്യൽ ഡയമെൻഷൻ അതുമാത്രം ഹാപ്പിനെസ്സാണ് താങ്കൾ എത്രയോ പേർക്ക്
കൊടുക്കുന്നു എന്നുള്ളതും വളരെ ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് തോന്നിയത്. കൺഷ്യമായിട്ടും അസറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള മറ്റ് പ്രവർത്തനം ഏതാണ്ട് മൊത്തം ഇത്ര 123 പ്രോജക്റ്റ് 91 കംപ്ലീറ്റ് ചെയ്ത്. ഡെഫിനറ്റ്ലി യു ഹാവ് എ എക്സലൻറ്റ് സ്റ്റാൻഡിങ് ഇൻ കേരളാസ് മാർക്കറ്റ്. എല്ലാ അർത്ഥത്തിലും കമ്പനിയുടെ നിലയിലും കമ്പനി നിർമ്മിച്ച ഫ്ലാറ്റ്സിൻ്റെയും മറ്റ് യൂണിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലും ആ ട്രസ്റ്റും ബ്രാൻഡിൻ്റെ വാല്യൂവിനും ഒക്കെ വളരെ ക്വാളിറ്റി പുലർത്തുന്ന ഒന്നാണ്. ഈ ഹൗസിൽ നിന്നും ഇപ്പോൾ ഇങ്ങനെ വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള വളരെ നല്ല ഒരു പ്രോജക്റ്റ് വന്ന് കാര്യങ്ങൾ ഇത്രയും ഗൂഗിൾ പറഞ്ഞു തന്നു മനസ്സിലാക്കി. വി ആർ ഓൾ വെരി എക്സൈറ്റഡ്. ഐ തിങ്ക് മെനി പീപ്പിൾ ഹു ആർ ആക്ച്വലി ലിസണിങ് will also get excited and probably, I hope they will all turn to you for help. And thank you, Google. Thank you so much. And wish you and wish Asset Group all the best. Thank you so much. Thank you so much. Thank you.